ഓക്കെ, റൂട്ടീൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു റെസിപ്പി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാവരും കേൾക്കുന്ന നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള, ഞങ്ങൾ ചാള എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇലയില്ലാതെ എങ്ങനെയാണ് പൊള്ളിക്കുന്നത് അതിൻ്റെ ഒരു വേർഷനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഞാനല്ല ഉണ്ടാക്കുന്നത്. എല്ലാവരും വിചാരിക്കും ഞാനായിരിക്കും ഉണ്ടാക്കണമെന്ന്, പക്ഷെ ഞാനല്ല, എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും കൂടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് ഈ ചേച്ചീനെ ഇവിടെ നിർത്തിയേക്കുന്നത്. ഓക്കെ അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെയാണെന്നൊക്കെ ചേച്ചി പറയും. ഓക്കെ, സാധാരണ നമ്മൾ കരിമീനാണ് പൊള്ളിക്കുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇച്ചിരി ഒരു ചാള പൊള്ളിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചാള വർക്ക് ചെയ്യും, കറി വയ്ക്കുകയും ചെയ്യും. ചാള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒമേഗ ആസിഡ് ഉള്ളതാണ്, ഏറ്റവും ഗുണമുള്ള ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ സാധാരണ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം മുഴുവൻ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാള കരിമീൻ പൊള്ളിക്കുന്ന പോലെ പൊള്ളിക്കും, പക്ഷേ ഇലയില്ലാതെ പൊള്ളിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടായോ നോക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സവാള ഇടുക. ശേഷം 8 സവാള ഇത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ സവാളയ്ക്ക് വലിയ വിലയില്ലാത്തതുകൊണ്ട് ഇതുണ്ടാക്കിയാൽ എത്ര സവാള ചേർത്താൽ എത്ര നല്ല കാര്യം, നല്ല ഗ്രേവി, ടേസ്റ്റുള്ള ഗ്രേവി ഉണ്ടാവും. അപ്പോൾ എത്രയും സവാള അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 8 സവാള എടുത്തത്. സവാള ഒന്ന് നല്ലപോലെ വഴറ്റണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ സവാളയിലോട്ട് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉപ്പെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അപ്പോൾ അതൊന്നും അമ്മമാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അവർക്കറിയാവുന്ന കാര്യമല്ലോ എത്രമാത്രം ഉപ്പ് വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഉപ്പായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം. കാര്യം നമ്മൾ മീനിടുവാണ്, അപ്പോൾ അതിനും കൂടെ നോക്കിയിട്ട് അതനുസരിച്ച് ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പാത്രം അടച്ചു വെക്കുകയാണ്. അപ്പം നമ്മുടെ സവാള ഏകദേശം വഴന്ന് ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ അടിച്ചു വെച്ച പച്ചമുളക്, ഒരു ചോപ്പറുണ്ട്, അപ്പോൾ ചോപ്പറിട്ടൊന്ന് അടിക്കുകയാണ്. അത് ഇടാനുള്ള സമയമാകുമ്പോഴേ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പച്ചമുളക് കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് അടിച്ച് അതിനുള്ള പാകം ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലപോലെ
അടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലോട്ടിടും. ഇച്ചിരി ഇഞ്ചിയുടെ രുചി മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അതനുസരിച്ച് ഇഞ്ചി എടുക്കുക. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ അടി ഇച്ചിരി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം എണ്ണ ഒഴിക്കുന്നില്ല. അപ്പോൾ ബാക്കി സാധാരണ കട്ടി കുറഞ്ഞ പാത്രം നോൺ സ്റ്റിക്ക് അല്ലാത്ത എടുത്തിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചപ്പ് മറിക്കാൻ കുറച്ച് കറിവേപ്പില ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ഇടാൻ നോക്കുക. സവാള ഒരു ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് ഫ്ലെയിം ലോയിലാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. ഈ എത്രമാത്രം കുരുമുളക് പൊടി എന്നുള്ളത് ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു 3 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് മൊത്തം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. നമ്മൾ മീൻ അടുക്കി വെക്കാൻ പോവാണ്. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പാത്രത്തിൻ്റെ അടിയിൽ ഒരു ലെയർ മസാല കനം കുറച്ചിടുക. ഇനി ഓരോ മീന് താഴെ അടുക്കി വെക്കുക. അത് മുട്ടച്ചാളയാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ഇത് മുട്ടച്ചാളയ്ക്ക് ചെയ്യാനാണ് ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ഒരു ലെയർ മസാല, ഒരു ലെയർ മീന്, അതിൻ്റെ പുറത്ത് നമ്മൾ അടുത്ത ലെയർ മസാലയും കൂടി ഇടുക. നമ്മൾ പൊള്ളിച്ചേന് ചെയ്യുന്ന പോലെ ഇല വെച്ചിട്ട് മസാല ഇടുന്ന പോലെ തന്നെ നമ്മളിവിടെ ഇല വെക്കുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി അതേപോലെ തന്നെ മസാല പുരട്ടുന്നു. പിന്നെ ഇത് 2 ലെയർ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മീൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ലെയർ കൊണ്ട് ആവുകയാണെങ്കിൽ അത് മതി. അപ്പോൾ ആദ്യത്തെ ലെയർ മീനിട്ട് മസാല ഇട്ടു. ഞാൻ എൻ്റെ പുറത്ത് അടുത്ത ഒരു ലെയർ മീനും കൂടി ഇടുകയാണ്. ഞാനിപ്പോൾ ചെയ്തേക്കണ 1 കിലോ ചാളയ്ക്കാണ്. ഓരോ സ്ഥലത്തും ഓരോ പേര് പറയണേ. ഇവിടെ ചാള എന്ന് പറയും, ചിലയിടത്ത് മത്തി. ഓരോ ഏരിയയിൽ അതനുസരിച്ചുള്ള പേരാണ് ഇതിന് പറയുന്നത്. പ്രത്യേക ഒരു കാര്യം, ഇതൊക്കെ ചെയ്യണത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. അപ്പം അതൊന്നും ഓർക്കണം, വിട്ടുപോകരുത് കാര്യം. ഇതും അതുപോലെ തന്നെ ആ ലെയറും മീനിട്ടിട്ട് അതിൻ്റെ പൊക്കത്തും ബാക്കി മസാലകളിട്ട് അങ്ങനെ നമ്മൾ ഒരു ചാള സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ചാള മസാല സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രം അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ കത്തിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ നോക്കി ഈ സൈഡിലൊരു ചെറിയ തിള വരുന്നത്. അപ്പോൾ ആ തിള വരുന്ന വരെ എടുക്കണം, ലോ ഫ്ലെയിമിൽ ഇടണം. അപ്പോൾ ഏകദേശം എനിക്കൊരു 10 മിനിറ്റ് എടുത്തു ഇതുപോലെ തിളയ്ക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ ഈ ചട്ടി ഓഫ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ ചട്ടി ഓണാക്കി ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. അതോടെ നമ്മുടെ ഡെലിഷ്യസ് മത്തിക്കറി വിത്തൗട്ട് ഇല റെഡി. അപ്പോൾ മീൻ എടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് എടുക്കണം, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇലയില്ലാത്ത മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് എനിക്കിപ്പോൾ ഉണ്ടാക്കി തന്നെ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ചേച്ചീനെ ഞാൻ കൂട്ടി വിളിച്ചേക്കണേ. ഓക്കെ, എൻ്റെ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കൂടെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞങ്ങൾ അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇലയില്ലാത്തതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഫ്ലാറ്റിലോ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം, ഇല തപ്പി നടക്കണ്ട. അപ്പോൾ ചാള മാത്രം കിട്ടിയാൽ മതി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സവാള, ഇഞ്ചി എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.